ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13 ബാക്കി ഭാഗമാണ്. അപ്പോൾ നോക്കാം. സ്വാതന്ത്ര്യത്തിലേക്ക് 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി. അപ്പോൾ ജോർജ് വാഷിങ്ടണിനെ സഹായിക്കുന്നത് ഫ്രാൻസും സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ്. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. 1783 പാരീസ് ഉടമ്പടി. യുദ്ധത്തിനു ശേഷം കോളനികളെല്ലാം ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായി ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്കനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ജോർജ് വാഷിങ്ടൺ. ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിലാണ് ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കിയത്. ജോർജ് വാഷിങ്ടൺ 1732 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അഗസ്റ്റിൻ വാഷിങ്ടണും മാതാവ് മേരി ബാളുമായിരുന്നു. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷൻ്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. അദ്ദേഹത്തിൻ്റെ 2 പ്രധാന കൃതികളാണ് മൈ ജേർണി ടു ദി ഒഹായോ വാലി, പെൻ പാൽ വിത്ത് മെനി എറൗണ്ട് ദ വേൾഡ് എന്നിവ. അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ ഒന്നുകൂടി നോക്കാം. ലിഖിത ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. വിദേശകാര്യം, യുദ്ധം എന്നിവയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. ഫെഡറൽ ഗവൺമെൻറ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിനു നൽകി. ആഭ്യന്തര കലാപവും ഐക്യവും. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. ഇഫ് സ്ലേവറി ഈസ് നോട്ട് റോങ് ദെൻ നത്തിങ് ഈസ് റോങ്. എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണിവ. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണമാണ് അടിമത്തം. അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു ആഭ്യന്തര യുദ്ധം. ഇതിലേക്ക് നയിച്ച പശ്ചാത്തലം, പ്രധാന കാരണങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും വ്യവസായവും വാണിജ്യമൊക്കെയായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷിക്കായിരുന്നു പ്രാധാന്യം. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വ്യവസായശാലകൾ വളരെ കുറവായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ ഇംഗ്ലണ്ടിനെയോ ആശ്രയിക്കണമായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു. അടിമത്തത്തിന് ലീഗ് ഓഫ് നേഷൻസ് നൽകിയിരിക്കുന്ന നിർവചനം നോക്കാം. ഒരു മനുഷ്യൻ അന്യൻ്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം. പരാജിതരായ ശത്രുക്കളെ തടവുകാരായി പിടിച്ചും വ്യക്തികളെ വിലയ്ക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്നു. സി 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം വരെ യൂറോപ്യർ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥിതിക്ക് എതിരായിരുന്നു. ജോൺ വൂൾമാൻ്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി 1808 അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിരോധിച്ചു.
അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്നും വാദിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വന്തം സ്വത്താക്കി മാറ്റുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വടക്കൻ സംസ്ഥാനങ്ങൾ അഭിപ്രായപ്പെട്ടു. അടിമത്ത വിരുദ്ധ പത്രമായ ദ ലിബറേറ്ററും മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും അടിമത്തത്തിന് എതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. ഇത് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. ബാലറ്റിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു എബ്രഹാം ലിങ്കൺ. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു. ഇദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേറിട്ടു പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. ഇത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. യൂണിയൻ വിജയത്തിലേക്ക്. 1861 കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധം പുറപ്പെട്ടു. 1863 ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി. 1863 ജനുവരി 1 അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് വിമോചന വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരാജിതരായ തെക്കൻ സംസ്ഥാനങ്ങളോട് സന്മനോഭാവമാണ് ലിങ്കൺ പ്രകടിപ്പിച്ചത്. 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിച്ചു. അപ്പോൾ എബ്രഹാം ലിങ്കണിനെ 1865 ഏപ്രിൽ 15 വധിക്കുന്നത് ജോൺ വിൽക്സ് ബൂത്താണ്. എബ്രഹാം ലിങ്കൺ 1809 ഫെബ്രുവരി 12 കെൻറ്റക്കിയിലാണ് ജനിക്കുന്നത്. 1859 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അമേരിക്കയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അടിമകളെ മോചിപ്പിക്കുക എന്ന തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി നടത്തപ്പെടുന്ന ഭരണമെന്ന് നിർവചിച്ചത്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. ഇനി നമുക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജെയിംസ് ഓട്ടിസ് പറഞ്ഞ വാക്കുകളാണിവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ആൻസർ 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ജോൺ ലോക്ക്. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ലിബറലിസം എന്നാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ആൻസർ ഫിലാഡൽഫിയ. ഇത് നമ്മൾ പഠിച്ചതാണ്. 1774ലെയും 1775ലെയും 1776ലെയും 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസും നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതും നമ്മൾ പഠിച്ചത് തന്നെയാണ്. 1773 നോർത്ത് പ്രഭുവാണ് തേയില നിയമം നടപ്പിലാക്കിയത്. ഇതിനെതിരെ കോളനി നിവാസികൾ തേയിലപ്പെട്ടികൾ കടലിലേക്ക് എറിഞ്ഞ് പ്രതിഷേധിച്ചതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്ന ഈ ചാപ്റ്ററിൽ നിന്നും PSC ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ നോക്കിയത് അമേരിക്കൻ വിപ്ലവമാണ്. അടുത്ത ദിവസം നമുക്ക് റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും നോക്കാം. താങ്ക്